പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരവസരം കൂടി ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാൻ നമ്മുടെ നല്ല ദൈവം നൽകുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വചന പഠന ശുശ്രൂഷയെ കൃപാവരത്തിൻ്റെ സഹായത്തോടെ പൂർത്തിയാക്കാൻ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം അപേക്ഷിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ വളരെ മർമ്മപ്രധാനമായ ഒരു എപ്പിസോഡ് നമ്മൾ പൂർത്തിയാക്കി. അത് സമറിയാക്കാരിയോടുള്ള യേശുവിൻ്റെ സംഭാഷണമാണ്. ഇനി അതിനുശേഷം ഈ അധ്യായത്തിൽ തന്നെ ഈശോ പ്രവർത്തിക്കുന്ന രണ്ടാമത്തെ അടയാളം വിവരിക്കുകയാണ്. അതാണ് രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ തുടർന്ന് ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 43, ജോൺ 4:43. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. 2 ദിവസം എന്ന് നമ്മൾക്ക് ഓർമ്മയുണ്ട്. സമറിയാക്കാരുടെ ദേശത്ത് യേശു 2 ദിവസം താമസിച്ചു കഴിഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിൽ വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. ഈ 2 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും. ഇവിടെ മറ്റ് സുവിശേഷകന്മാർ പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നത് മത്തായിയും മർക്കോസും ലൂക്കോസും, ഈ വാചകം പറയുന്നത് ഗലീലിയക്കാരെ ഉദ്ദേശിച്ചിട്ടാണ്. അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ നസറത്തിലെ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. കൃത്യമായി ഒരിക്കൽ കൂടി മനസ്സിലാക്കുക. മത്തായിയും വിശുദ്ധ മത്തായിയും വിശുദ്ധ മർക്കോസും വിശുദ്ധ ലൂക്കോസും പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന പരാമർശം നടത്തുന്നത് ആ റെഫറൻസ് ഗലീലിയിലെ നസറത്തിലെ ആ ജനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ്. എന്നാൽ യോഹന്നാൻ ഇവിടെ പരാമർശിക്കുന്നത് യൂദയായിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് യൂദയായിലെ പ്രമാണിമാരെയും പരിസേയരെയും നിയമജ്ഞരെയും ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ യൂദയാദേശത്തുള്ളവർ യേശുവിനെതിരാവുന്നു, ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഭാഗത്തെ മനസ്സിലാക്കേണ്ടത്. പ്രവാചകൻ സ്വന്തം നാട്ടിൽ 2 ദിവസം കഴിഞ്ഞ് അവൻ അവിടെ നിന്ന് ഗലീലയിലേക്ക് പോയി. പ്രവാചകൻ സ്വന്തം നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്നില്ല എന്ന് യേശു തന്നെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. അവൻ ഗലീലയിലേക്ക് വന്നപ്പോൾ ഗലീലിയക്കാർ അവനെ സ്വാഗതം ചെയ്തു. എന്നാൽ തിരുനാളിൽ അവൻ ജെറുസലേമിൽ ചെയ്ത കാര്യങ്ങൾ അവർ കണ്ടിരുന്നു. അവരും തിരുനാളിന് പോയിട്ടുണ്ടായിരുന്നു. അവൻ വീണ്ടും ഗലീലയിലെ കാനായിൽ എത്തി. നമ്മൾ ഈ ഭാഗം വ്യാഖ്യാനിക്കുന്നതിന് മുമ്പ് അപ്പസ്തോല പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട വചനം നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കും, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എൻ്റെ സാക്ഷികളായിരിക്കും. സുവിശേഷം ലോകത്തിൻ്റെ അതിർത്തികളോളം പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ ഒരു മാർഗരേഖയായി യേശു പറഞ്ഞു കൊടുത്തത് ജെറുസലേമിലും യൂദയായിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും. അപ്പോൾ ആദ്യം ജെറുസലേമിലും യൂദയായിലും, പിന്നീട് സമറിയായിൽ, പിന്നീട് ലോകത്തിൻ്റെ അതിർത്തികളോളം വിജാതീയരിലേക്കും. ഈ പാറ്റേണാണ് സുവിശേഷത്തിൻ്റെ മാർഗരേഖ, സുവിശേഷത്തിൻ്റെ റൂട്ട് മാപ്പ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഈശോയും ഇതേ പാറ്റേണാണ് പിന്തുടരുന്നത്.
സുവിശേഷം ആദ്യം യൂദയായിലും ജെറുസലേമിലെയും യേശുവിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് യേശു എന്ത് ചെയ്യുന്നു? സമറിയാദേശത്തേക്ക് വരുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. യോഹന്നാൻ 4 സമറിയാദേശത്ത് സമറിയാക്കാർ സുവിശേഷം സ്വീകരിച്ച് കഴിയുമ്പോൾ ഇതാ ഇനി അടുത്ത വിവരിക്കാൻ പോകുന്ന ഒരു എപ്പിസോഡിൽ ഒരു വിജാതീയൻ, ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ യേശു, വിജാതീയരോട് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ യേശു ഇതാ ഒരു വിജാതീയൻ്റെ കുടുംബത്തിലേക്ക് സുവിശേഷത്തെ അയക്കുകയാണ്. അപ്പോൾ ജെറുസലേം, യൂദയ, സമറിയ, ടു ദി നേഷൻസ്, ടു ദ ജെൻറ്റൈൽസ്, ഈ പാറ്റേൺ യേശു പൂർത്തിയാക്കുന്നതും നമുക്ക് ഈ ഭാഗത്ത് കാണാനായി പറ്റും. ഇവിടെ അവൻ ഗലീലക്കാർ യേശുവിനെ സ്വാഗതം ചെയ്തു. അതിനൊരു കാരണമുണ്ട്. തിരുനാളിന് ജെറുസലേമിലേക്ക് ഈ ഗലീലിയക്കാരിൽ അനേകം പേർ വന്നിരുന്നു. അവർ യേശു അവിടെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ യേശുവിൽ അവർക്കൊരു സ്വീകാര്യത തോന്നി. അവർ യേശുവിനെ സ്വാഗതം ചെയ്തു. 46-ാമത്തെ വാക്യം, അവൻ വീണ്ടും ഗലീലയിലെ കാനായിലെത്തി. അപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, കാനായിൽ വെച്ചാണ് യേശു വെള്ളം വീഞ്ഞാക്കിയത്. ആ കാനായിലേക്ക് യേശു വീണ്ടും എത്തുകയാണ്. അവിടെ വെച്ചാണ് അവൻ വെള്ളം വീഞ്ഞാക്കിയത്. കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. യേശു ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണ്? കാനായിലാണ്. യേശു കാനായിലെത്തിയപ്പോൾ കഫർനാമിൽ ഒരു രാജസേവകൻ ഉണ്ടായിരുന്നു. അവൻ്റെ മകൻ രോഗബാധിതൻ ആയിരുന്നു. രാജസേവകൻ, റോയൽ ഒഫീഷ്യൽ. അത് കഫർനാമിലെ ഈ രാജസേവകൻ ഹെറോദ് അന്തിപ്പാസിൻ്റെ കൊട്ടാരത്തിലെ രാജസേവകനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റോമൻ പട്ടാളക്കാരൻ ആയിരുന്നില്ല. ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലെ ഒരു രാജസേവകനായിരുന്നിരിക്കണം, റോയൽ ഒഫീഷ്യൽ ആയിരുന്നിരിക്കണം ഈ മനുഷ്യൻ. അപ്പോൾ ഈ ഗലീലയുടെ ദേശാധിപതിയായിരുന്ന ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലെ രാജസേവകനായിരുന്ന ഒരു മനുഷ്യൻ യേശു അവിടെ എത്തിയിട്ടുണ്ട്, കാനായിൽ എത്തിയിട്ടുണ്ട് എന്ന് കേൾക്കുകയാണ്. യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമെന്ന് അവനോട് അപേക്ഷിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുകയാണ്, ഈ മനുഷ്യൻ ഈ യേശുവിനെ വിളിക്കാനായിട്ട് വരികയാണ്. നിങ്ങളുടെ മനസ്സിൽ ഈ ജിയോഗ്രഫി കൃത്യമായി പതിയേണ്ടതുണ്ട്. യേശു ഇപ്പോൾ നിൽക്കുന്നത് കാനായിലാണ്. ഈ മനുഷ്യൻ്റെ മകൻ രോഗബാധിതനായി ആസന്ന മരണനായി കിടക്കുന്നത് കഫർനാമിലാണ്. കഫർനാമും കാനായും തമ്മിൽ 16 മൈൽ ദൂരമുണ്ട്. 16 മൈൽ ദൂരമുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു ദിവസത്തെ നടപ്പ് ദൂരം നടന്ന് യാത്ര ചെയ്ത് പിന്നിട്ട് അയാൾ യേശുവിൻ്റെ അടുത്തെത്തി. ഈ രാജസേവകൻ അല്ലാതെ നമ്മൾ കരുതുന്നത് പോലെ ഒരു 500 മീറ്റർ ദൂരെ നിന്ന് ഒരു 4 വീട് അപ്പുറത്തെ ഒരു വീട്ടിൽ നിന്ന് യേശുവിൻ്റെ അടുത്തേക്ക് വരികയല്ല. 16 മൈൽ അപ്പുറത്ത് നിന്ന്. ഇന്നത്തെ ഒരു ദൂരവും യാത്രാദൂരവും മനസ്സിൽ വെച്ച് ഇത് കണക്കാക്കരുത്. ഒരു ദിവസം നടന്നാൽ മാത്രം എത്താവുന്ന ഒരു ദൂരമുണ്ട് കാനായും കഫർനാമും തമ്മിൽ. അപ്പോൾ ആ നടപ്പ് ദൂരം പിന്നിട്ട് ഈ മനുഷ്യൻ യേശുവിൻ്റെ അടുത്തെത്തുകയാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ഈ മനുഷ്യന് യേശുവിനോട് തോന്നിയ ഒരു ട്രസ്റ്റ്, ഇയാൾക്ക് യേശുവിലുണ്ടായ ഒരു വിശ്വാസം. ആ വിശ്വാസമുള്ളതുകൊണ്ട് മാത്രമാണ് ഇയാൾ മകൻ വയ്യാതെ കിടക്കുമ്പോൾ ഈ 16 മൈൽ യാത്ര ചെയ്ത് യേശു കാനായിൽ എത്തിയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ യേശുവിൻ്റെ അടുത്ത് എത്തുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, യേശുവിന് ദൂരത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഈ സംഭവം, ഈ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം നമ്മളോട് പറയുന്നത് യേശുവിന് ദൂരത്തിൻ്റെ മേൽ അധികാരമുണ്ട്. യേശുവിൻ്റെ പ്രത്യേകത, യേശു ഉത്ഥിതനായ യേശുവാണ്. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിക്കുമ്പോൾ യേശു ജീവിക്കുന്നു എന്ന് നാം പറയുമ്പോൾ, യേശു ഉത്ഥാനം ചെയ്തു എന്ന പരാമർശം നാം നടത്തുമ്പോൾ അതിൻ്റെ അർത്ഥം അവൻ സ്ഥലകാല ബന്ധിതനല്ല.
ജീസസ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ടൈം ആൻഡ് സ്പേസ്. ജീസസ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ടൈം ആൻഡ് സ്പേസ്. യേശു സ്ഥല കാല പരിമിതിയുള്ള ആളല്ല. യേശുവിന് ഒരേ സമയത്ത് എല്ലാ സ്ഥലങ്ങളിലുമായിരിക്കാൻ കഴിയും. ഹീ ഈസ് ഓംനി പ്രസൻറ്റ്. അവൻ എല്ലായിടത്തും സന്നിഹിതനാണ്, സർവവ്യാപിയാണ്. അതുകൊണ്ട് തന്നെ 16 മൈൽ ദൂരെ ആ രാജസേവകൻ്റെ വീട്ടിൽ മരണം കാത്തു കിടക്കുന്ന ആ മകനെ ഫിസിക്കലി എടുത്ത് യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ശ്രദ്ധയോടെ മനസ്സിലാക്കണം, ഈ ദൂരത്തെ ഭേദിക്കുന്നത് എന്താണ്? ഈ ദൂരത്തെ ഭേദിക്കുന്നത് 2 കാര്യങ്ങളാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യതയോടെ പറഞ്ഞാൽ ഈ ദൂരത്തെ അതിജീവിക്കുന്നത് ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൻ്റെ പേരാണ് വിശ്വാസം. 16 മൈൽ ദൂരെ കിടക്കുന്ന ആ ആസന്നമരണനായ മരണം കാത്തു കിടക്കുന്ന മകനിലേക്ക് ജീവൻ്റെ പ്രവാഹങ്ങളെ ഒഴുക്കിവിടുന്ന പാലമായി മാറുകയാണ് വിശ്വാസം. വിശ്വാസമാണ് ആ കണക്റ്റിംഗ് ലിങ്ക്. വിശ്വാസമാണ് ആ യാത്രാദൂരത്തെ അതിജീവിക്കുന്ന, യാത്രാദൂരത്തെ വെല്ലുവിളിക്കുന്ന ആ അത്യുഗ്ര സ്ഫോടനാത്മകമായ ശക്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മനുഷ്യൻ്റെ ആ യാത്ര ആ വിശ്വാസത്തിൻ്റെ പ്രതികരണമായിരുന്നു. വിശ്വാസം എപ്പോഴും വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുന്നതാകണമെന്നില്ല. വിശ്വാസം ഒരു മനുഷ്യൻ്റെ പ്രവൃത്തിയിലൂടെയാണ് വെളിയിലേക്ക് വരുന്നത്. കാലാകാലങ്ങളായി, നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു തർക്കം വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചായിരുന്നു. ചില ആളുകൾ പറഞ്ഞു, വിശ്വാസം മാത്രം മതി, പ്രവൃത്തി വേണ്ട. ഫെയ്ത്ത് എലോൺ എന്ന് കാലാകാലങ്ങളായി പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. വിശ്വാസം മാത്രം. നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസം മാത്രം എന്നൊരു സംഗതിയില്ല. വിശ്വാസത്തിനകത്ത് ഒരു പ്രവൃത്തിയുണ്ട്. വിശ്വാസത്തിനകത്ത് ആ വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷനുണ്ട്. ആ വിശ്വാസം വെളിപ്പെട്ട് വരുന്നത് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെയാണ്. ഇത് വളരെ ആഴമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്ന സംഭവം. അതുകൊണ്ട് യേശു ദൂരത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. ഇത് പഴയ നിയമത്തിൽ ഈ ദൂരത്തിൻ്റെ മേൽ അധികാരം കാര്യമായി പ്രകടമാകുന്ന ഒരു സന്ദർഭം, ഒരു യാഥാർത്ഥ്യമല്ല. ഇത് യേശുവിൽ മാത്രം പ്രകടമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വിദൂരത്തിൽ കിടക്കുന്നവരെ ഒരു വാക്കുകൊണ്ട് പോലും സുഖപ്പെടുത്തുന്ന സംഭവം. ഇത് സുവിശേഷങ്ങളിൽ പ്രത്യേകിച്ച് പല ഭാഗത്തുമുണ്ട്. ഉദാഹരണത്തിന് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൽ, മാത്യു 8:5-13, മത്തായി 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അങ്ങനെ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെ അവിടെ ശതാധിപൻ്റെ ഭൃത്യൻ, മറ്റൊരു സംഭവമാണ്. ശതാധിപൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിനവേദനയോടെ കിടക്കുമ്പോൾ ആ ശതാധിപൻ പറയുകയാണ്, കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്ക് പറഞ്ഞാൽ മാത്രം മതി, എൻ്റെ ഭൃത്യന് സുഖം പ്രാപിക്കും. ഈ സമയത്ത് യേശു അവൻ സുഖപ്പെടുമെന്ന് പറയുകയും വിദൂരത്തിലിരിക്കുന്ന ആ ഭൃത്യൻ സുഖപ്പെടുകയും ചെയ്യുന്നൊരു സംഭവം മത്തായി 8-ലുണ്ട്. അതുപോലെ തന്നെ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൽ, മാർക്ക് ചാപ്റ്റർ 7, മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 24 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് ഒരു സീറോ ഫിനീഷ്യൻ സ്ത്രീ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അശുദ്ധാത്മാവ് ബാധിച്ച തൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുകയും അവളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമേ എന്ന് ആവശ്യപ്പെടുകയും യേശു അവളോട് ചില സംഭാഷണങ്ങൾക്ക് ശേഷം മകൾക്ക് സൗഖ്യം സംഭവിക്കുമെന്ന് പറയുകയും അവൾ വിശ്വസിച്ച് മടങ്ങിപ്പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന അവരുടെ മകൾ സുഖപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മാർക്ക് 7:24-30. ഇനി നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിലും സമാനമായൊരു സംഭവം, ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്ന മത്തായി വിവരിച്ച ആ സംഭവം നമുക്ക് കാണാൻ പറ്റും. ലൂക്കാ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും മനോവേദനയാൽ വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ മകനോ മകളോ വിദൂരത്തിലാണ്, നിങ്ങൾ വളരെ ദൂരത്തിൽ നിന്ന്
ആ മകനെ ഓർത്ത് വിഷമിക്കുകയാണ്, മകളെ ഓർത്ത് വിഷമിക്കുകയാണ്, ജീവിത പങ്കാളി ഓർത്ത് ഭാരപ്പെടുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ഒരു കാര്യം കൂടി വിശ്വസിക്കണം. യേശു സ്ഥലകാല പരിമിതിയുള്ള ആളല്ല. യേശുവിന് ദൂരം ഒരു പ്രശ്നമല്ല. കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക്, രാജ്യങ്ങൾക്കും ദേശങ്ങൾക്കും ഭൂഖണ്ഡങ്ങൾക്കും അപ്പുറത്തേക്ക് യേശുവിന് യാത്ര ചെയ്യാൻ ഒരു നൊടി നാഴിക നേരം പോലും വേണ്ട. യേശു സർവ്വവ്യാപിയാണ്. അതുകൊണ്ട് എല്ലായിടത്തും അവൻ്റെ സാന്നിധ്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അവൻ്റെ സാന്നിധ്യമില്ല എന്ന് നമുക്ക് തോന്നുന്ന, അല്ലെങ്കിൽ അവൻ്റെ സാന്നിധ്യം ഇടപെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്കെല്ലാം കർത്താവേ, നീ അവിടെ ചെല്ലണം, നീ അവിടെ ഇടപെടണം, നീ അവരോട് സംസാരിക്കണം, നീ ആ കാര്യത്തിൽ കർത്താവിൻ്റെ കരം വെക്കണം. ഈ ഒരു വിശ്വാസം നമ്മുടെ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു മേഖലയാണ് എന്ന് ഈ രാജസേവകൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഈ 16 മൈൽ യാത്ര ചെയ്ത് അദ്ദേഹം വരികയാണ്. അങ്ങനെ ആസന്ന മരണനായ, നമുക്ക് വായിക്കാം 47, യേശു യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നെന്ന് കേട്ടപ്പോൾ അവൻ ചെന്ന് തൻ്റെ ആസന്ന മരണനായ മകനെ വന്ന് സുഖപ്പെടുത്തണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. കഫർനാമിൽ വന്ന് സുഖപ്പെടുത്തണമേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലല്ലോ. ഇവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും എപ്പോഴും ഓർത്തിരിക്കുക. അടയാളങ്ങളും അത്ഭുതങ്ങളും അവിശ്വാസികൾക്ക് വേണ്ടിയാണ്. അടയാളങ്ങളും അത്ഭുതങ്ങളും വിജാതീയർക്ക് വേണ്ടിയാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു വിശ്വാസ സമൂഹത്തെ വിശ്വാസത്തിൽ വളർത്താനുള്ളതല്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അതായത് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ വിശ്വാസം വളരുന്നത് അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല. അത്ഭുതങ്ങൾ ആവശ്യമുണ്ട്, അടയാളങ്ങൾ ആവശ്യമുണ്ട്. അടയാളങ്ങളും അത്ഭുതങ്ങളും എന്തിനാണ് ആവശ്യം? അത് വിജാതീയർ വിശ്വസിക്കുന്നതിനാണ്, അത് അവിശ്വാസികൾ വിശ്വസിക്കുന്നതിനാണ്. അത് യേശുവിനെ പരിചയമില്ലാത്തവർക്ക് യേശുവിലേക്ക് വരാനുള്ള വഴിയാണ്. എന്നാൽ യേശുവിനെ പരിചയപ്പെട്ടവർക്ക്, യേശുവിലായവർക്ക്, യേശുവിൻ്റെ നാമത്തിൽ ജീവിക്കുന്നവർക്ക് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആവശ്യമില്ല വിശ്വാസം വളരുന്നതിന്. അനേകം ആളുകൾ ഇപ്പോഴും വിചാരിച്ചു വച്ചിരിക്കുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഇങ്ങനെ പ്രമോട്ട് ചെയ്താലേ ജനതയുടെ വിശ്വാസം വളരൂ എന്നാണ്. അല്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇസ്രായേൽ എന്നൊരു ജനതയെപ്പോലെ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളൊരു ജനത ലോക ചരിത്രത്തിലുണ്ടായിട്ടില്ല. എന്നാൽ അവർക്ക് യേശുവിനെ സ്വീകരിക്കാനോ തിരിച്ചറിയാനോ കഴിഞ്ഞില്ല. വിശ്വാസം വളരുന്നത്, ദൈവാനുഭവം വളരുന്നത് അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും അല്ല. മറിച്ച് ബൈബിൾ പറയുന്നത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പഠിപ്പിക്കൂ, ക്രിസ്തുവിനെക്കുറിച്ച് പ്രഘോഷിക്കൂ, ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കൂ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കൂ. ഒരു ജനതയുടെ വിശ്വാസം വളരും. നിങ്ങൾ ഒരു ഇടവകയുടെ വികാരീച്ചനാണെങ്കിൽ, നിങ്ങളൊരു സിസ്റ്ററാണെങ്കിൽ, നിങ്ങൾ ഒരു ആത്മായ ശുശ്രൂഷകനാണെങ്കിൽ, എനിക്ക് നിങ്ങളോട് ഒരു യാചന നടത്താനുള്ളത് ഇതാണ്. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തിൻ്റെ വിശ്വാസത്തെ നിങ്ങൾ വളർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ യേശുവിനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ പഠിപ്പിക്കൂ. നിങ്ങളവരെ സുവിശേഷം പഠിപ്പിക്കൂ. നിങ്ങളവരെ വചനം പരിചയപ്പെടുത്തൂ. അവരുടെ വിശ്വാസം വളരും. അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല ഒരു ജനതയുടെ വിശ്വാസത്തെ വളർത്തുന്നത്. ഇപ്പോൾ ഈശോ പറയുകയാണ്, ഇത് വിജാതീയരോട് പറയുകയാണ്. അപ്പോൾ യേശു പറഞ്ഞു, അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുകയില്ലേ? അപ്പോൾ ആ രാജസേവകൻ അവനോട് അപേക്ഷിച്ചു, കർത്താവേ, എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ. യേശു പറഞ്ഞു, പൊക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. ദാറ്റ് ഈസ് എ ഡെഫിനിറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സംശയമില്ലാത്തൊരു വാചകം യേശു പറയുകയാണ്, പൊക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. എന്താണ് അവൻ വിശ്വസിച്ചത്? യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നുവെന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഏത് സമയത്താണ് അവൻ്റെ സ്ഥിതി മെച്ചപ്പെട്ടതെന്ന് അവൻ അന്വേഷിച്ചപ്പോൾ
ഇന്നലെ 7-ാം മണിക്കൂറിൽ പനി വിട്ടുമാറി എന്ന് അവർ പറഞ്ഞു. 7-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 1 മണി. ഇന്നലെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ആ പനി വിട്ടുമാറിയത് എന്ന് അവർ പറഞ്ഞു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ ഉച്ചയ്ക്ക് 1 മണിക്കാണെന്ന് അവൻ മനസ്സിലാക്കി, ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. നിങ്ങൾ നോക്കുക, കുടുംബനാഥൻ വിശ്വാസം ഏറ്റുപറയുമ്പോൾ ആ കുടുംബം മുഴുവൻ യേശുവിലേക്ക് വരികയാണ്. സമറിയാക്കാരി വിശ്വാസം ഏറ്റുപറയുമ്പോൾ സമറിയ പട്ടണം മുഴുവൻ യേശുവിലേക്ക് വരികയാണ്. ആ കുടുംബം മുഴുവൻ യേശുവിനെ വിശ്വസിച്ചു. നിന്റെ മകൻ ജീവിക്കുമെന്ന് യേശു പറഞ്ഞത് ആ മണിക്കൂറിൽ തന്നെയാണെന്ന് ആ പിതാവ് മനസ്സിലാക്കി. അവനും കുടുംബം മുഴുവനും വിശ്വസിച്ചു. ഇത് യൂദയായിൽ നിന്ന് ഗലീലയിലേക്ക് വന്നപ്പോൾ യേശു പ്രവർത്തിച്ച 2ാമത്തെ അടയാളം ആണ്. അവൻ വിശ്വസിച്ച് പോയി, അവൻ്റെ കുടുംബം മുഴുവൻ യേശുവിലേക്ക് വരികയും ചെയ്തു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ യേശുവിൽ ഈ പിതാവ് വിശ്വസിച്ചപ്പോൾ ദൂരത്തിൻ്റെ മേൽ യേശു ഇടപെട്ടു. നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ വിദൂരങ്ങളിലായിരിക്കുന്ന ആരെയെങ്കിലും ഓർത്ത് നിങ്ങളിപ്പോൾ ഭാരപ്പെടുന്നെങ്കിൽ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ ആരെ ഓർത്താണോ ഭാരപ്പെടുന്നത് ആ വ്യക്തിയെ ഈശോ മിശിഹാ ഈ സമയത്ത് സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം അവരുടെ മേൽ വരട്ടെ. ദൈവം അവരുടെ ജീവിതത്തെ സ്പർശിക്കട്ടെ. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയാൻ അവർക്ക് കഴിയട്ടെ. അവർ യേശുവിനെ ഹൃദയം തുറന്ന് ഏറ്റെടുക്കാനും യേശുവിൻ്റെ രക്ഷ അനുഭവിക്കാനും അതുവഴി നിങ്ങളുടെ ദുഃഖം അകന്നു പോകാനും ഇടയാവട്ടെ എന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.